Good morning, students. Today I explain the chapter Statistics, 10th chapter, 10th standard, 11th chapter. Statistics എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങൾക്കറിയണം. ഡാറ്റ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ. ഡാറ്റ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ സെൻസസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം എഴുതും. അത് അവരെന്ത് ചെയ്യും, ചോദിച്ചിട്ട് നിങ്ങളെ ബോക്സ് എഴുതിപ്പോവും. നമ്മളൊരു പേപ്പറിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ എത്ര പേഴ്സൺ ആണുള്ളത്, എത്ര പേരുണ്ട് വീട്ടിൽ, മെമ്പേഴ്സ് എത്ര ഉണ്ട്, അതിൽ 60 എബവ് ഉള്ളവർ എത്ര ഉണ്ട്, അങ്ങനെ ഏജിൻ്റെ ഡിഫറൻസിൽ നിങ്ങളോട് എന്ത് ചെയ്യും, വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ആ ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനെയാണ് ഇത് പറയാം ഡാറ്റ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളുടെ മാർക്കാണെങ്കിൽ, ഒരു ക്ലാസ്സിലെ മാർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അതിൻ്റെ എഴുതി വെക്കും. അപ്പോൾ അത് ഇൻഫർമേഷനാണ്, കളക്ട് ചെയ്ത ഇൻഫർമേഷനാണ്. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ എന്താക്കി മാറ്റും, ഒരു ടേബിളാക്കി മാറ്റും. അപ്പോൾ ടേബിളാക്കി മാറ്റുമ്പോൾ അത് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് പറയുന്നത്. ആദ്യം റോ ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ കളക്ട് ചെയ്തു, ഞാനിപ്പം 5 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് കളക്ട് ചെയ്തത്. ഒരു 20 മാർക്സിൽ എക്സാം നടത്തി. 5, ഒരു കുട്ടിക്ക് 6, 7, 10 ആൻഡ് 15 മാർക്ക്. ഇതാണ് 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്ന് വിചാരിക്കും. കളക്ട് ചെയ്തു, നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം എഴുതുന്ന, ഇങ്ങനെ എഴുതി വെക്കുന്നതിന് 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് റോ ഡാറ്റ. റോ ഡാറ്റ എന്ന് പറയുന്നത്. റോ ഡാറ്റ. ഈ റോ ഡാറ്റേനെ നമ്മൾ ടേബിളാക്കി എഴുതും. ചിലപ്പം നിങ്ങൾക്ക് 20 മാർക്കിലാണെങ്കിൽ ഈ ടേബിൾ നമ്മൾ എന്ത് ചെയ്യാം, മാർക്സ് എന്നും അല്ലെങ്കിൽ മാർക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എഴുതും. അപ്പം മാർക്സ് 0 മുതൽ 2 മാർക്ക് വാങ്ങിയത്, അങ്ങനെ ടേബിൾ ഇൻ്റർവലാക്കി എഴുതും. അല്ലെങ്കിൽ 0 to 5 എത്ര പേരുണ്ട്, ഇതിൽ 5 വരെ മാർക്ക്, 5 ഇൻക്ലൂഡ് ആവില്ല. ഇത് ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റുമാണ് വരും. അല്ലെങ്കിൽ മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എഴുതും. 5 1 സ്റ്റുഡൻറ്റ്, 6 1, 7 1, 10 1 മാർക്ക്, 15 1. ഇങ്ങനെ ടേബിളാക്കി എഴുതുമ്പോൾ ഇതിനെയാണ് എന്ത് പറയാം, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയാം. ഈ ടേബിളിന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർവലാക്കി മാറ്റും. നമ്മൾ 0 to 5. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ടേബിളായി മാറും. അതായത് മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, 0 to 5 മാർക്സ്. അപ്പോൾ 5 ഇൻക്ലൂഡ് ആവില്ല. 5 താഴെ മാർക്ക് വാങ്ങിയവരുണ്ടോ എന്ന് നോക്കാം, ഇല്ല. 5 to 10 മാർക്സ് എത്ര പേരുണ്ട്, 5, 6, 7 എത്ര പേരാണ്, 3 മാർക്ക്. 10 to 15 മാർക്ക് 1, 15 to 20 എത്ര പേരാണ്, 15 അതിൽ ഇൻക്ലൂഡ് ചെയ്യും 1. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. കണ്ടിന്യൂസ് ഇൻ്റർവെൽ എന്ന് പറയും. ഇതോ കണ്ടിന്യൂസ് ആണോ, ഇല്ല. ഇത് ഫ്രീക്വൻസി ടേബിൾ എന്ന് മാത്രം പറയും. ഇത് ഫ്രീക്വൻസി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നാണ് പറയുന്നത്. അതിന് ടേബിൾ നമുക്ക് റോ ഡാറ്റ എന്ന് പറയാം, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയാം. ഇത് ഫ്രീക്വൻസി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളാണ്. 0 to 5, 5 to 10 അങ്ങനെയാണ് വരുന്നത്. അതിന് 3 ടൈപ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഒന്ന് നേരെ എഴുതിയെടുക്കുമ്പോൾ റോ ഡാറ്റ എന്ന് പറയും. അത് നമ്മൾ ടേബിൾ വരച്ച് എഴുതി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയും. ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നെ കണ്ടിന്യൂസ് ഇൻ്റർവൽ ആയിരിക്കും. നിങ്ങൾക്ക് മീൻ ആണ് കാണുന്നത്. മീൻ, മീഡിയൻ, മോഡ്. സെൻട്രൽ ടെൻഡൻസി കാണാനുള്ള 3 ഇതാണ് മീൻ, മീഡിയൻ, മോഡ്. അതിൽ മീൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആവറേജ് എന്ന് പറയും. ആവറേജ് കാണാൻ, മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, സം ഓഫ് ഒബ്സർവേഷൻ by total number of observations. എന്താ പറയുക, മീൻ കാണാനുള്ള ഇക്വേഷൻ സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അങ്ങനെയാണ് നമ്മൾ മീൻ കാണുന്നത്. പക്ഷെ മീഡിയൻ എന്ന് പറഞ്ഞാൽ
അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ വാല്യൂ ഏതാണോ അതിനെ എന്താ പറയാം, മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ദ ഒബ്സർവേഷൻ ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് മിഡിൽ വാല്യൂ നമ്പർ ഇസ് കോൾഡ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഒക്കറിങ് ടേം. എന്താ പറയാ, മോസ്റ്റ് ഒക്കറിങ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ ഏതാണോ അതാണ് മോഡ്. അങ്ങനെ 3 ടൈപ്പാണ് പഠിക്കേണ്ടത്: മീൻ, മീഡിയൻ, മോഡ്. അതിൽ മീൻ നിങ്ങൾക്ക് 9th റെഡി ആയിട്ടുണ്ട്. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 10th ഉള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ മീനും മീഡിയനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മീനും മീഡിയനും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്: ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ an athlete in long jump 610, 620, 618, 620, 625, 621, 615, 15, 610. ഇങ്ങനെയാണ് ഒബ്സർവേഷൻ. റോ ഡാറ്റയാണ് തന്നത്, നേരെ എഴുതിയിട്ടുണ്ട്. ഇൻ മീറ്റേഴ്സ് find the mean and median. Why is that there is not much difference between this? നമുക്ക് എന്താണ് ഡിഫറൻസ് ഇല്ലാത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മീൻ കാണാൻ ശ്രമിക്കും. മീൻ കാണാൻ നിങ്ങളോട് പഠിപ്പിച്ചതാണ്, 9th പഠിച്ചതാണ്. മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യും. 620, 618, 6120, 625, 621, 615, 610 by 1, 2, 3, 4, 5, 6, 7, 8. 8 ഒബ്സർവേഷനും കൊണ്ട് ഡിവൈഡ്. ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, കോളം മെത്തേഡിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക. എത്രയാണ് ആഡ് ചെയ്താൽ കിട്ടാമെന്ന് നോക്കാം. സൈഡിൽ ആഡ് ചെയ്ത് നോക്കാം. 10, 20, 30, 48, 48, 68, 68, 68. സാവധാനം താഴെ ഇരുന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് അങ്ങനെ ചെയ്യാം. 620, 6.20, 6.18, 6.20, 6.25, 6.21, 6.50, 6.10. ആഡ് ചെയ്യുമ്പോൾ 8, 5, 13, 14, 5, 19, 1, 2, 2 to 4, 5, 5, 7, 9, 11, 12, 13. പിന്നെ 1 ഉണ്ടാവും. 8, 6 are 48 ആണ്, 49 വരും. അപ്പോൾ സമ്മ് 49.3 by 8. എന്നതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 49 6, 6 8s are 48, 1 ബാലൻസ് വരും. 13 2, 19 ആണ്. 19 9 ടൈംസ് ആണ്. പിന്നെ 1 വരും 5. 6.295 ആണ് മീൻ. ആഡ് ചെയ്ത് നല്ല ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മീൻ കാണാൻ നിങ്ങൾ റോ ഡാറ്റ മീൻ കാണാൻ പഠിച്ചു. എല്ലാ നമ്പേഴ്സും കൂടെ ഒബ്സർവേഷൻ ആഡ് ചെയ്യുക, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീഡിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 610 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെന്നാണ് നോക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കുക. 610 അസെൻഡിങ് ഓർഡർ 610. അപ്പോൾ അത് എഴുതി. ഇനി 610 കഴിഞ്ഞാൽ 50. 610 രണ്ടെണ്ണം ഉണ്ടാവും. 6.10, 6.15, 6.18. അപ്പോൾ 10 എഴുതി, 15 എഴുതി, 618 എഴുതി, 18 എഴുതി, 6.20, 6.21, 6.20, 2 ഉണ്ട്, 2 നമ്പേഴ്സ് ഉണ്ട്. 6.21, 6.25. ഇങ്ങനെ 8 ഒബ്സർവേഷനും എഴുതി വെക്കും. 8 ഒബ്സർവേഷൻ എഴുതിയതിന് ശേഷം നമ്പർ നമ്മൾ എഴുതാം. നമ്പർ എത്ര ഉണ്ടെന്ന് എഴുതിയപ്പോൾ 8 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഈവൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മീഡിയൻ എന്തായിരിക്കും? മീഡിയൻ ഈവൺ ആണെങ്കിൽ 2 മിഡിൽ ഉണ്ടാവും.
1 2 3 4 5 6 7 8 ആകുമ്പോൾ അതിൻ്റെ മിഡിലായിട്ട് എത്ര ഉണ്ടാവും? നിങ്ങൾ മിഡിലായിട്ട് ഈ 2 നമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇത് എത്രാമത്തെയാണ് കാണിക്കാൻ? 8 ആയതുകൊണ്ട് 8ൻ്റെ ഹാഫ് എടുക്കാം. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്, n/2 n/2 എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എന്നാണ് പറയുന്നത്. എത്രയാണോ ഈവൺ ആണെങ്കിൽ മീഡിയം കാണാൻ ഇക്വേഷനാണ് n/2 n/2+1 കണ്ടിട്ട് 2 ആണ്. പക്ഷെ അത് അങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ല n/2. 8ൻ്റെ ഹാഫ് എത്രയാണ്? 4. 4th നെക്സ്റ്റ് നമ്പർ 4നോട് 1 ആഡ് ചെയ്തെന്താ? 5th by 2. അതായത് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് 4th നോക്കാം. 4th ഏതാ? 6.18 ആണ്. 5th ഏതാ? 6.20. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഹാഫ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 12.38 വരും ബൈ 2. അത് വരാം 6.19. മീഡിയൻ എന്താ വരിക? 6.19. അപ്പോൾ മീഡിയൻ കാണുന്ന രീതി എങ്ങനെയാണ്? മീൻ ആണെങ്കിൽ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ മീഡിയൻ ആണെങ്കിൽ അറേഞ്ചിങ് ഇൻ അസെൻഡിങ് ഓർഡർ എപ്പോഴും റോ ഡാറ്റ ആണെങ്കിലും അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിനു ശേഷം നമ്പർ ഓഫ് ഒബ്സർവേഷൻ നോക്കുക. ഈവൺ ആണെങ്കിൽ മിഡിലിൽ 2 നമ്പേഴ്സ് ഉണ്ടാവും, 2 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 8/2 8/2+1. അത് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല 8ൻ്റെ ഹാഫ് നിങ്ങൾക്കറിയാം. 4th നെക്സ്റ്റ് നമ്പർ ഏതാ? 5th. 4th 5th കണ്ടതിന് ശേഷം 4th 5th അല്ലാണ്ട് 4ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് 9ൻ്റെ ഹാഫ് എഴുതരുത്. 4th ഒബ്സർവേഷൻ നോക്കുക, 5th ഒബ്സർവേഷൻ നോക്കുക, രണ്ടും കൂടെ എഴുതിയതിന് ശേഷം ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. അതിനെയാണ് എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുക. അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനാണ്. തന്ന റോ ഡാറ്റയിലുള്ള ഒബ്സർവേഷൻ ആണെങ്കിൽ ഒക്കെ കൂടെ ആഡ് ചെയ്ത് നമ്പറോട് ഡിവൈഡ് ചെയ്താൽ മീൻ കിട്ടും. മീഡിയൻ ആണ് കാണുന്നത് വെച്ചാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ ഈവൺ ആണെങ്കിൽ 8 ആണെങ്കിൽ 8ൻ്റെ ഹാഫ് എത്രയാണ്? 4th 5th ആയിരിക്കും ഉണ്ടാവും. ഓഡാണെങ്കിൽ ഓഡിൻ്റെ മീഡിയൻ കാണാൻ ഇക്വേഷൻ എന്താ? n നമുക്കിപ്പോൾ 5 ആണ് ശരിക്കാം. അപ്പോൾ ഓഡാണെങ്കിൽ എന്തായിരിക്കും വരിക? ഓഡാണെങ്കിൽ മീഡിയൻ കാണാൻ ഇക്വേഷനാണ് n+1/2th ഒബ്സർവേഷൻ. അപ്പം n+1 അതായത് 5 ആണ്. 5നോട് 1 ആഡ് ചെയ്യാം. 5നോട് 1 ആഡ് ചെയ്താൽ എന്താ? 6/2 എന്നാണ്. 3rd ഒബ്സർവേഷൻ നോക്കി എഴുതിയാൽ മതി. ഓഡാണെങ്കിൽ നടുവിൽ 1 ടേമേ ഉണ്ടാവുള്ളൂ. കാരണം എക്സാമ്പിൾ 4 5 6 7 8 5 ഒബ്സർവേഷനാണ്. അതിൽ മീഡിയൻ ഏതാ? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതി 1 2 3 4 5 ആണ്. 5 ആയതുകൊണ്ട് 5നോട് 1 ആഡ് ചെയ്യുക. 6 5ൻ്റെ ഹാഫ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 5നോട് 1 ആഡ് ചെയ്യുമ്പോൾ 6/2 എന്നാണ് 3rd ഒബ്സർവേഷൻ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതാണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിലുള്ള വാല്യൂ നോക്കി എഴുതാം. ഈവൺ നമ്പർ ആണെങ്കിൽ മിഡിൽ 2 വാല്യൂസ് ഉണ്ട്. ആ 2 വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. അപ്പോൾ ഇതിന്ന് നമുക്ക് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മീനോ മീഡിയനോ കാണാൻ ചിലപ്പോൾ 2ഉം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് റോ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ഡാറ്റ വെച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം മീൻ കാണാൻ പഠിച്ചതുകൊണ്ട് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം. ഇൻ്റർവെൽ ആണെങ്കിൽ ടോട്ടലിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് പഠിച്ചെടുക്കുക. 10th ചാപ്റ്ററിൽ നമുക്ക് മീഡിയനാണ് പ്രാധാന്യം. ഏതിൻ്റെയാണ്? ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. ഫ്രീക്വൻസി തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മീഡിയൻ കാണാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിലെ ഹെഡിങ്ങിന് താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് നോക്കി കുറേ പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ആ എക്സാമ്പിൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ചെയ്യും. അതായത് പേജ് നമ്പർ 240 ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 35 household in neighborhood are sorted according to monthly income in the table below. അതായത് മന്ത്ലി ഇൻകം ആണ്. അപ്പോൾ ടേബിൾ വരയ്ക്കാം. മന്ത്ലി ഇൻകം എഴുതാം.
പിന്നെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡിന് എഴുതാം. 4000, 5000, 6000, 7000, 8000, 9000, 10,000. ഇതാണ് നമ്മുടെ ഇൻകം. അത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 3, 7, 8, 5, 5, 4, 3. ഇങ്ങനെയാണ് നമുക്ക് ടേബിൾ തന്നത്. ഇതിൻ്റെ കാൽക്കുലേറ്റ് ദ മീഡിയൻ ആണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന 4 മാർക്കുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ്റർവെൽ ഇല്ല, ഇൻകം കറക്റ്റായിട്ട് തന്നത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ടേബിളാണ് തന്നത്. അതായത് ഇൻ്റർവെൽ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, കണ്ടിന്യൂസ് അല്ലാത്ത ക്വസ്റ്റ്യനാണ് തന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 35. അപ്പോൾ n കിട്ടിക്കഴിഞ്ഞാൽ 35 എന്ന് കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഓഡാണോ ഈവനാണോ. ഓഡാണ്. അപ്പോൾ മീഡിയൻ കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും, മീഡിയൻ n+1/2. അതായത് 35നോട് 1 എഴുതുക. അപ്പോൾ 35നോട് 1 എഴുതുക. 36ൻ്റെ ഹാഫ് എത്രയാണ്, 18. നിങ്ങൾ എന്ത് ചെയ്യുക, 18th ആണ് മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മീഡിയൻ ഏതാണെന്ന് മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യനായിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 18th ഒബ്സർവേഷൻ ഏത് ഇൻകത്തിൻ്റെ ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിൽ ഒന്ന് മാറ്റി എഴുതാം. അതായത് അപ് ടു ആക്കി എഴുതാം. ഇൻകം എന്നുള്ളത് ടേബിൾ ഒന്ന് മാറ്റി എഴുതാം. മാറ്റിയത് ഇൻകം തന്നെ എഴുതാം. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് തന്നെയാണ്, അത് എഴുതി വെക്കുക, കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് അപ് ടു 400 അല്ലെങ്കിൽ ബിലോങ് ടു 4,000. അതായത് 4000 വരെ 4,000 രൂപ വരെ വാങ്ങുന്ന ഫാമിലി 3 അല്ലെങ്കിൽ ബിലോ ടു 4,000. അപ് ടു നോ ബിലോങ് ടു നോ എഴുതും. 5,000. അപ്പോൾ 5,000 4,000 വരെ 3 ഹൗസ് ഹോൾഡ് ഉണ്ട്. 5,000 7 ഹൗസ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ 5,000 വരെ എത്ര പേരുണ്ടാവും, 3ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് എത്രയാണ്, 10 ഫാമിലി മെമ്പേഴ്സ്. 3 ഫാമിലി മെമ്പേഴ്സ് എന്താ വരയ്ക്കുന്നത്, 4,000 വാങ്ങുന്നത്. 7 ഫാമിലി മെമ്പേഴ്സ് 5,000. അപ്പോൾ 5,000 വരെ വാങ്ങുന്ന ഫാമിലി മെമ്പേഴ്സ് എത്ര ഉണ്ടാവും, ഹൗസ് ഹോൾഡ്സ് എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. അപ്പോൾ 6,000 6,000 18 up to 7,000 23 up to 8,000 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 28 up to 9,000 4 കൂടെ ഇടുമ്പോൾ 32 up to 10,000 35. നമുക്ക് ഇങ്ങനെ ഫ്രീക്വൻസി എഴുതി വരുമ്പോൾ ഈ ടോട്ടൽ ഇവിടുത്തെ ടോട്ടലിനോട് ഈക്വൽ ആവും. കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ അത് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ലാസ്റ്റ് കിട്ടുന്ന ടോട്ടൽ നമ്മളെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് 18th കണ്ടുപിടിക്കാം. 18th എന്ന് പറഞ്ഞാൽ നേരെ 18 ഇതാണ്. 18th ഹൗസ് ഹോൾഡിന് കിട്ടുന്ന സാലറി ഏതാണ്, 18th മീഡിയൻ 18th ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡിന് കിട്ടുന്ന അതായത് 13ാമത്തെ ആൾക്ക് കിട്ടുന്നത് എത്രയാണ്, അല്ല 18ാമത്തെ ആൾക്ക് കിട്ടുന്നത് 16,000 റുപ്പീസ്. എല്ലാം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ 18th അല്ല 17th ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 17th ആണെങ്കിൽ ഇതിൽ ഏതായിരിക്കും 17th വരികയാണെങ്കിൽ 17th ഇത് 18 വരെ ഉണ്ട്. അപ്പോൾ 17th ഇതിൽ തന്നെ വരും 6,000. 10 വരെ ഈ 5,000 വരുന്നുള്ളൂ. 11th ചോദിച്ചാലും 6,000 ആണ്. 12th ചോദിച്ചാലും 6,000 ആണ്. 13th ഹൗസ് ഹോൾഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 6,000 അല്ലെ 18 വരെ 6,000. അപ്പം 21 ആണെങ്കിൽ ഇതിലേക്ക് വരും 7,000 ആണ് വരും. അപ്പം നിങ്ങൾ നോക്കുക ഏത് വരെ ഉണ്ടാവും. 3 വരെ 4,000 വരും, 10 വരെ 5,000 വരും, 18 6,000 18 വരെ അതായത് 11 to 18 വരെ ഇതിലാണ് വരിക 6,000 മീഡിയൻ. അപ്പോൾ മീഡിയൻ കാണുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ ആദ്യം ഫ്രീക്വൻസി ടേബിൾ ആദ്യം നമ്പർ കാണാം, മീഡിയൻ എത്രാമത്തെ എന്ന് കണ്ടുപിടിക്കുക, പിന്നെ നമ്പർ അപ് ടു നാക്കി മാറ്റുക,
എന്നിട്ട് മീഡിയൻ 18th ആണെങ്കിൽ 18th നോക്കാം. ഇത് ഇൻ്റർവെൽ ഇല്ലാത്തതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈവൺ ആയിരുന്നെങ്കിലോ, ഞാനൊരു ക്വസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇത് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ 36th ആണെന്ന് വിചാരിക്കാം. ഇതിങ്ങനെ സമ്മ് ചെയ്തപ്പോൾ നമുക്ക് 36 കിട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ 36 ആണ് ഈവൺ ആണ്. ഈവൺ ആണ് നിങ്ങൾ എന്താ ചെയ്യുക? 36ൻ്റെ ഹാഫ് 18th 19th ഉണ്ട്. അപ്പോൾ ഇവിടെ 18th ഏതാ വരിക? 6000. 19th എവിടേക്ക് വരും? ഇവിടെ വരും. അപ്പോൾ 19th ഏതാ വരിക? 7000. ആ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അതായത് മീഡിയൻ എന്തായിരിക്കും വരിക? അപ്പം 18th 19th ഒബ്സർവേഷൻ്റെ ഹാഫാണ്. ഇവിടെ 18th ഒബ്സർവേഷൻ 6000ഉം 19th ഒബ്സർവേഷൻ 7000ഉം ബൈ 2. ഇപ്പോൾ വരിക 6100 ആണ് വരിക. ഏതാവുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ നിങ്ങൾക്ക് 36 ആണ് വന്നിരുന്നെങ്കിൽ, ഈവൺ ആയിരുന്നുവെങ്കിൽ. ചിലപ്പോൾ ഈവൺ തന്നെ നമുക്ക് 17th ഇവിടെ ഇപ്പം 34 ആയിരുന്നുവെങ്കിൽ, 34 ആണെങ്കിൽ ഏതാ വരിക? 34 ആണെങ്കിൽ 34ൻ്റെ ഹാഫ് ഏതാ? 17th 18th. 17th 18th ഇത് തന്നെയാണ്. അപ്പോൾ 6000 + 6000 / 2. ആ ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഓടാണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് 1 ആഡ് ചെയ്ത് ഹാഫ് എടുത്തിട്ട് അത് നേരെ നോക്കി എഴുതിയാൽ മതി. ഈവൺ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഒബ്സർവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ 36 ആണ് ഈവൺ എങ്കിൽ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 36 ആണെങ്കിൽ 36ൻ്റെ ഹാഫ് 18th 19th. അപ്പോൾ 18th നോക്കിയിട്ട് ഇതുവരെ 19th ഇതിലേക്ക് വരിക. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. എല്ലാം നമുക്ക് 34 ആയിരുന്നു ഈവൺ എങ്കിൽ 34ൻ്റെ ഹാഫ് എത്രയാണ്? 17th ആണ്. 17th പറഞ്ഞാൽ 17th 18th രണ്ടും ഈ ഇൻ്റർവെൽ തന്നെ വരും, ഈ നമ്പർ തന്നെ വരും. 17th 6000 ആണ്, 18th 6000 ആണ്. അപ്പോൾ രണ്ടും 6000 + 6000 / 2 എത്രയാണ് വരിക? ആൻസർ 6000 തന്നെയാണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ അത് നോക്കിയിട്ട് മീഡിയൻ ആ എക്സസൈസിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി ടേബിൾ കണ്ടിന്യൂസ് അല്ലാത്തതിൻ്റെ കിട്ടും. ഇനി കണ്ടിന്യൂസ് ആയതാണ് എടുക്കാനുള്ളത്. ഇത് 5 മാർക്കിന് ക്വസ്റ്റ്യനാണ് വരിക, അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്ക്. ഇനി എടുക്കാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ഇനി ലാസ്റ്റ് ടൈപ്പാണ് ക്ലാസ്സസ് ആൻഡ് മീഡിയനാണ്. ക്ലാസ് തരാണ്. നേരത്തെ നമുക്ക് ക്ലാസ് തന്നില്ലായിരുന്നു, നേരെ ആൻസർ ചെയ്തത് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സും മീഡിയൻ, ക്ലാസ് തന്നിട്ട് അതിൻ്റെ മീഡിയൻ കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? അതിൽ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ ഇതേമാതിരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്നതിന് ശേഷം ഈ ക്ലാസ്സും കൂടെ കാണാം. കണ്ടതിന് ശേഷം പഠിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേബിൾ ഷോസ് സം ഹൗസ് ഹോൾഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയാണ് ടേബിൾ തന്നു, ഇലക്ട്രിസിറ്റിയാണ്. നമുക്ക് ഹൗസ് ഓഫ് ഹോൾഡാണ് 80 to 90 യൂണിറ്റ്, 90 to 100, 100 to 110, 110 to 120, 120 to 130, 130 to 150. ഇതാണ് നമ്മുടെ യൂണിറ്റ്സ്. അതിന് നമ്മുടെ ഹൗസ് ഹോൾഡ് 3, 6, 7, 10, 9, 4. ഫൈൻഡ് ദ മീഡിയൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ വരയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ മീഡിയൻ കാണുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് 90 വരെ ആക്കുക. അപ് ടു എന്നുള്ള കോളമാക്കി മാറ്റാം. മീഡിയൻ ഏത് കണ്ടിന്യൂസ് ഇൻ്റർവെൽ ആണെങ്കിലും, അതായത് ക്ലാസ്സസ് ആൻഡ് മീഡിയൻ ആണെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. ഇലക്ട്രിസിറ്റി അപ് ടു 90 എന്നാക്കി മാറ്റും, അല്ലെങ്കിൽ ബിലോങ് ടു 90. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എത്രയാണ്? 3 ആണ്. അപ്പം അപ് ടു 100 ആയാൽ 100 വരെയാണെങ്കിൽ 90 വരെ 3 ഹൗസാണ് യൂസ് ചെയ്യുന്നത്. 90 മുതൽ 100 വരെ 6 ഹൗസ് ഉണ്ട്. അപ്പോൾ 100 വരെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും? 100 വരെ യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 90 വരെ ഉപയോഗിക്കുന്ന 3 ഫാമിലി ഉണ്ട്. 90 കഴിഞ്ഞിട്ട് 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 6 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 9 ആണ്. അപ് ടു 110 എത്ര ഉണ്ടാവും? 16, അതായത് 7 കൂടെ ആഡ് ചെയ്തു. അപ് ടു 110, 120 എത്ര ഉണ്ട്? 10 കൂടി വരും, 26. അപ് ടു 130 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആകുമ്പോൾ 35 വരും.
അപ് ടു 140 39 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ 39 ആണ്. ആഡ് നോക്കുക, ഇവിടെയുള്ള ഇതിൻ്റെ ടോട്ടലും 39 ആയിരിക്കും. ഇവിടെ 9 7 16 26 26 30 31. ഓക്കെ അല്ലേ? അപ്പം ഈ രണ്ട് നമ്പറും കറക്റ്റായി. ഇനി എന്നെ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഓടാണ്. ഓടാണെങ്കിൽ നിങ്ങളോട് മീഡിയം കാണാൻ എന്താ പറഞ്ഞത്? ഇക്വേഷൻ എഴുതണമെന്നില്ല. ഇക്വേഷൻ എന്താ? n+1/2. അതായത് എന്നിനോട് 1 ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കാം. 39നോട് 1 ആഡ് ചെയ്യുമ്പോൾ 40 ആണ്. 40ൻ്റെ ഹാഫ് എത്ര വരിക? 40ൻ്റെ ഹാഫ് എത്രയാണ്? 20. 40ൻ്റെ ഹാഫ് 20 ആണ് വരിക. 20th ഒബ്സർവേഷൻ. ഇപ്പോൾ 20ാമത്തെ ഇതിൽ ഏതിലാണ് വരിക? 16 വരെ ഇവിടെ ഉള്ളൂ. 17 18 19 26 ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ 20 വരുന്നത് ഈ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവിടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, ഏത് ഇൻ്റർവെലിനിടയിലാണ് നമുക്ക് മീഡിയൻ കിട്ടുന്നത്? ഏത് ഇൻ്റർവെലിനിടയിലാണ്? യൂണിറ്റ്സ് ആണ്, ക്ലാസ് ഇൻ്റർവെലാണ്, ഏത് ഡിവിഷനിലാണ് ചോദിക്കുന്നത്? 110 മുതൽ 120ൻ്റെ ഇടയിലാണ് 20th വരിക. ഈ 20 എന്നത് ഏതിനിടയിലാണ് വരിക? 110 to 120. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഏത് ഇൻ്റർവെല്ലാണ്, ഏത് ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതിലാണ് വരിക എന്ന് വെച്ചാൽ 110 to 120. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതാവും സബ് ക്വസ്റ്റ്യൻ. ഇനി 20th നമുക്ക് അറിയണമെങ്കിൽ, പക്ഷെ നമുക്കറിയാം 16th നോക്കിയാൽ അറിയാം 16th എത്ര വാങ്ങുന്നത്? 110 യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 16th എത്ര ഉപയോഗിക്കുന്നത്? 110 യൂണിറ്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റീൻ്റെ യൂണിറ്റ് എത്ര ഡിഫറൻസ്? ഇവിടെ 10 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റാണ് ഓരോ ഹൗസ് ഹോൾഡിനും കൊടുക്കേണ്ട യൂണിറ്റ്? ഏതാ? 1 യൂണിറ്റാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. കോമൺ ഡിഫറൻസ്. പക്ഷെ നമ്മളോട് മീഡിയൻ ആണ് ചോദിച്ചത്. ഞാൻ അപ്പോൾ അതിന് വേണ്ടി 16th ഹൗസ് ഹോൾഡ് ഇവിടെ എഴുതി, 17th 18th എന്നാണ്. നമുക്ക് ഇൻ്റർവെൽ 1 ആണ്. പക്ഷേ ഇതിൽ 16th നിങ്ങൾക്കറിയാം 110 ആണ്. പക്ഷെ ഇതിൻ്റെ മീഡിയൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇൻ്റർവെൽ 1 ആയിരുന്നെങ്കിലും മീഡിയൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീനാണ് വരുന്നത്, മിഡിലേക്കാണ് വരുന്നത്. അപ്പോൾ മിഡിലിൽ എത്ര ആഡ് ചെയ്യണം? ഡി 1 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് കൊടുത്താൽ മതി. ഹാഫ് കൊടുത്താൽ 1ൻ്റെ ഹാഫ് എത്രയാണ്? അപ്പോൾ 17th ഒബ്സർവേഷൻ 110 പ്ലസ് ഡീൻ്റെ ഹാഫ്. ഡീൻ്റെ ഹാഫ് എത്ര വരിക? 1ൻ്റെ ഹാഫ് 0.5 ആണ്. 0.5. അപ്പോൾ 110.5 17th. അപ്പം മീഡിയൻ ആയതുകൊണ്ടാണ് മിഡിലിൽ ഉണ്ട്. ഇനി ബാക്കിയുള്ള മിഡിലിൽ കാണേണ്ട ആവശ്യമില്ല, 1 യൂണിറ്റ് ആയിരിക്കും മിഡിലെത്താൻ. അപ്പം 17th 18th ചോദിച്ചാൽ നിങ്ങൾക്ക് 1 ആഡ് ചെയ്താൽ മതി. 19th ചോദിക്കുമ്പോൾ 1 ആഡ് ചെയ്യാം. 20th ചോദിക്കുമ്പോഴും 19th ചോദിക്കുമ്പോൾ 20th ചോദിക്കുമ്പോഴും 1 ആഡ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക്. അപ്പോൾ 17th കഴിഞ്ഞിട്ട് അപ്പോൾ 16th 17th 18th 19th 20 അങ്ങനെയാണ് വരിക. നമുക്ക് 16 കിട്ടി 110.5. അപ്പോൾ 17th ഒരു യൂണിറ്റാണ് കൂട്ടുക. അപ്പോൾ 18th ഒരു യൂണിറ്റും കൂടെ കൂട്ടും. 19th ഒരു യൂണിറ്റ് കൂട്ടും. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? 20th ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് കൂടുന്നത്? 17th കണ്ടുപിടിച്ചതിന് ശേഷം 16th കഴിഞ്ഞതിന് ശേഷം 16th നമുക്ക് 16 കിട്ടി. അപ്പോൾ 17th നമുക്ക് അതിന് മിഡിലാണ് വരിക 17th. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 20th ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ 17th എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി? 3D ആഡ് ചെയ്താൽ മതി. അതായത് 1 2 3. അപ്പോൾ 17th കിട്ടിയിട്ടുണ്ട് 110.5ഉം 3 ഇൻറ്റു ഡി എത്രയാണ്? 1 ആണ്. അപ്പോൾ 113.5 ആണ് നിങ്ങൾക്ക്. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 110 3 ആഡ് ചെയ്താൽ 113.5 ആണ് വരിക. അപ്പോൾ മീഡിയം കാണേണ്ടത് 16th കറക്റ്റ് 110 ആണ്. 17th എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫാണ്. 17th 20ലേക്ക് എത്ര കോമൺ ഡിഫറൻസ് വേണം? 3 കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ 3 ആഡ് ചെയ്യുക. അപ്പം 113.5. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 16th 110 ആണ്. ഇപ്പോൾ 17th 110 നടുവിൽ മീഡിയനിലേക്കാണ് പോവുക. അപ്പം 110.5 ആണ്. അപ്പോൾ 18th ആണെങ്കിൽ 1 കൂട്ടുക. അപ്പം 17നോട് 1 D ആണ് ആഡ് ചെയ്യുക. 19th ആണെങ്കിൽ ഒരു ഡി കൂടെ കൂട്ടും. 20th ആണെങ്കിൽ ഒരു ഡി കൂട്ടും. അങ്ങനെ എത്ര 17th 20th എത്താൻ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 3 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈവൻ്റെ കേസും ചെയ്യാം.
ഈവൺ ആകുമ്പോൾ 2 ഉണ്ടാവും. ഏതൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ എന്തായിരിക്കും? 20th 21st 2 ഉണ്ടാവും. അപ്പോൾ 20th കിട്ടി നമുക്ക്. 20th എത്രയാണ്? 113.5 21st ആവും. അതായത് 21ാമത്തെ ആണെങ്കിൽ ഒരു 114.5 ഉണ്ട്. അപ്പോൾ മീഡിയൻ ഏതായിരിക്കും വരിക? ഇതിൻ്റെ മീഡിയൻ ഇങ്ങനെയാണ് ചെയ്യുക. ഇൻ്റർവെൽ എഴുതുക. ഇൻ്റർവെൽ എഴുതിയ ശേഷം 39 എടുക്കുക. ഓടാണെങ്കിൽ 1 ആഡ് ചെയ്ത് 20th എന്ന് കാണാം. 20th കണ്ടുപിടിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. ഇൻ്റർവെലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് 16th നോക്കി എഴുതുക. 110. 17th പറഞ്ഞാൽ എത്ര കോമൺ ഡിഫറൻസ് ആണോ അതിൻ്റെ ഹാഫാണ് ആഡ് ചെയ്യുക. 17th കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഏത് ഇൻ്റർവെൽ ചോദിച്ചാലും എത്രാമത്തെ ചോദിച്ചാലും നമുക്ക് അതിനോട് എത്ര കോമൺ ഡിഫറൻസ് ആണോ അത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് എന്ത്? ഓടാണ്. ഈവൺ ആണ് നമുക്ക് വെച്ചാൽ 2 കണ്ടുപിടിക്കണം. 20th കാണണം, 21st കാണണം. അതായത് 40 ആയിരുന്നെങ്കിൽ 40ൻ്റെ ഹാഫ് എത്രയാണ്? 20 ആണ്. പിന്നത്തെ എന്താ വരിക? 21st ആണ്. ആ 2 ഒബ്സർവേഷൻ. അപ്പം 20 നമുക്ക് ഇത് കിട്ടി. 21st കൂടി കാണണം. 21st. അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ ആക്കി ചെയ്യാം. നിങ്ങൾ ഇതന്നെ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 5 ആക്കി കൊടുക്കുക. അപ്പോൾ 40 കിട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കുക. അപ്പോൾ 2 ഒബ്സർവേഷൻ ഉണ്ടാവും. 113.5 ഉണ്ടാവും, 14.5 ഉണ്ടാവും. 2 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 114 കിട്ടും. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാം പഠിപ്പിച്ചാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓടാണെങ്കിൽ നമ്മൾ അത് മാത്രം എഴുതാം. ഈവൺ ആണെങ്കിൽ 2 ഉണ്ടാവും. ആ 2 ഇതും കൂടെ കണ്ടിട്ട് അതിൻ്റെ ഹാഫ് എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. ഓക്കെ.